ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ബ്രെഡിൻ്റെ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കാണ്. അപ്പം ഇതൊരു ബ്രെഡിൻ്റെ പക്കോട തന്നെ ആയതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ കടലപ്പൊടിയാണ് വേണ്ടത്. ഏകദേശം 1 കപ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചധികം മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. അപ്പം ഇതിൻ്റെയൊക്കെ കണക്ക് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി കുറച്ച് ആഡ് ചെയ്യാം. പിന്നെ ആ ഒരു മസാലയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഗരം മസാലയാണ് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചൊരു ഉപ്പ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ആഡ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഈ പൗഡറിൽ തന്നെ. പിന്നെ ഈ ഒരു സ്നാക്സിന് അടിപൊളിയായിട്ടൊരു നല്ല ക്രിസ്പിനെസ് കിട്ടാനായിട്ട് 2 മുട്ട ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ മുട്ട ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഇതേപോലെ സ്പൂൺ കൊണ്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ ഇതേപോലെ കിട്ടിക്കഴിയുമ്പോഴത്തേന് നമുക്കിതിനകത്ത് കുറച്ച് ജിഞ്ചറും ഗാർലിക്കും അതേപോലത്തെ കാര്യങ്ങൾ ചേർക്കണം. സോ ഞാനിവിടെ ജിഞ്ചർ ഗാർലിക്കൊക്കെ ചെറിയതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പച്ചമുളക്, കുറച്ച് കരിവേപ്പില, കുറച്ച് മല്ലി ഇല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ഈ ഒരു കടലമാവിൻ്റെ തിക്ക് കൺസിസ്റ്റൻസി ഇല്ലാത്തോട്ട് ഇടണം കേട്ടോ. അപ്പം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഒരു എന്താ പറയുന്നത് ഈ ഒരു മിക്സ്ചർ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം നല്ല തിക്കായിട്ട്, നമുക്ക് കടലമാവ് നമുക്ക് അറിയാമല്ലോ നന്നായിട്ട് തിക്കായി വരും. അപ്പം ഇത്രയും കട്ടി വേണ്ട. സോ ഞാൻ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അടിപൊളിയായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ ചൂടായി എണ്ണ ഇങ്ങനെ തിളച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ബ്രെഡുകളും നമുക്കിങ്ങനെ മാവിൽ മുക്കിയിട്ട് ഇങ്ങനെ ഓയിലിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഏകദേശം ഈ ഒരു പാത്രത്തിലൊരു 4-5 എണ്ണം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ഏകദേശം ഇതിൻ്റെ ഒരു സൈഡ് ഒരു നന്നായിട്ടൊരു ക്രിസ്പി ആയിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടാനായിട്ട് ഏകദേശം 1 മിനിറ്റ് 1.5 മിനിറ്റ് ആകുമ്പോഴത്തേന് നന്നായിട്ട് അതൊന്ന് ക്രിസ്പി ആയിട്ട് ചെറിയ ഒരു ഗോൾഡൻ ഷെയ്ഡായിട്ട് നമുക്ക് കിട്ടും. ആ സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്, തിരിച്ചിടണം കേട്ടോ. അപ്പം നിങ്ങൾ നോക്കിയും കണ്ടുമൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ഇടയ്ക്ക് കഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ മറിച്ചിടാം. അപ്പം മറ്റേ സൈഡും അതേപോലെ ഒരു ഏകദേശം 1 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേന് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ ഓരോന്നായിട്ട് നമ്മുടെ പാത്രത്തിലെടുത്ത് വെക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. 4 മണിക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുന്നത് ഒരു പറ്റിയ സ്നാക്കാണ്. വളരെ എളുപ്പമുണ്ട്. ബ്രെഡ് വീട്ടിലുണ്ടെങ്കിൽ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു സ്നാക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.